അനീതി കണ്ടാൽ ഞാൻ എത്തിയിരിക്കുമെന്ന വാക്ക് പാലിക്കാൻ സേനാപതി എത്തി. സിനിമാ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട ഉലകനായകൻ കമലഹാസന്റെ ഇന്ത്യൻ 2 റിലീസ് ചെയ്തു. 28 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ സിനിമയുടെ 2ാം ഭാഗം പുറത്തിറങ്ങിയത്. ഇപ്പോൾ വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, 28 വർഷങ്ങൾക്ക് ശേഷമാണ് അനീതിക്കെതിരെ പോരാടാൻ സേനാപതി എത്തിയിരിക്കുന്നത്. ആദ്യ റിലീസിന് ശേഷം പ്രേക്ഷകരുടെ എല്ലാം വിലയിരുത്തൽ എന്തൊക്കെയാണ്? വൃന്ദ, ഇപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞ് ആരാധകർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ പടം? ഇന്ത്യൻ ഫസ്റ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഫസ്റ്റ് ശകലം ഒന്ന് സ്ലോ ആയിരുന്നു. പക്ഷെ പടം വേറെ ലെവല്. ഏറ്റവും ലാസ്റ്റ് പടത്തിന്റെ ഒരു ട്രെയിലർ കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിലർ എന്ന് പറയുന്നത് സംഭവം സേനാപതിയുടെ പഴയ കാലത്തെ ഒരു ചരിത്രം എന്താണെന്നുള്ളതാണ് ആ ട്രെയിലർ. പടം പൊളിയെന്ന് വെച്ചാൽ പൊളി. അതിൽ കമലഹാസൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒടിവും മുടിയാതെ ഓളവും മുടിയാതെ അന്ത ഡോമാഞ്ചരി ആട്ടം പോയി പാരടാ, இந்த തിയേറ്ററിൽ പോയി പാര്. പടം വേറെ ലെവല്. ഞാൻ രാവിലെ വെളുപ്പിന് 2:30 മണിക്ക് വന്നപ്പോ ഈ പുള്ളിയോട് ഉണ്ടായിരുന്നു. വന്നാണ് ഞാൻ കണ്ടത്. കോസ്റ്റ്യൂമായിട്ട് വന്നത് ഉലകനായകൻ. ആ ഒരു വേഷം ചെയ്യാൻ മലയാളത്തിൽ ഒരേ ഒരു നടനേ ഉള്ളു, ഭരത് മോഹൻലാൽ. കമലഹാസന്റെ അർത്ഥമുണ്ട്. നല്ല ഉഗ്രം പെർഫോമൻസ് ആണ്. പ്രതീക്ഷിച്ച ഒരു സാധനം നമുക്ക് തിയേറ്ററിൽ പടം പറഞ്ഞാൽ വളരെ പടം മെസ്സേജ് നല്ലതാണ്, അതെല്ലാം നല്ലതാണ്. പക്ഷെ ലോജിക്കലല്ല, ലോജിക്ക് പ്രോബ്ലം ഉണ്ട്. ഫസ്റ്റ് എല്ലാരും ഇന്ത്യൻ 1 കമ്പയർ ചെയ്യണം. ഇന്ത്യൻ 1 കമ്പയർ ചെയ്യുമ്പോൾ പോരാ. ഇന്ത്യൻ 1 കമ്പയർ ചെയ്യുമ്പോൾ 2 അത്ര മെച്ചല്ല, അത്ര വരില്ല. ഫസ്റ്റ് ഹാഫിൽ ആവറേജേ ഉള്ളൂ. പക്ഷെ ലോജിക്കൽ പ്രോബ്ലം ഉണ്ട്. മെസ്സേജ് നല്ലതാണ്, കമലഹാസന്റെ പെർഫോമൻസ് നല്ലതാണ്, ഇമോഷൻ എല്ലാം ഉണ്ട്. ലാഗ് അങ്ങനൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ആയി തോന്നുന്നു. വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയത്. പക്ഷേ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം. 28 വർഷത്തെ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് സേനാപതി വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന റിവ്യൂ പ്രകാരം ആരാധകർ പ്രതീക്ഷിച്ച അത്ര ഒരു വിജയം, അല്ലെങ്കിൽ ആരാധകർ കാത്തിരുന്ന അത്ര ഈ ചിത്രം നന്നായില്ല എന്ന സമ്മിശ്ര പ്രതികരണം ആരാധകരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ ഭാഗത്തുനിന്നും എത്തുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ എത്തിയത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്തെമ്പാടുമുള്ള തിയേറ്ററുകളിൽ, ലോകത്തെമ്പാടും 2000-ലധികം തിയേറ്ററുകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. പക്ഷേ പലയിടത്തു നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം ആരാധകർ കാത്തിരുന്ന, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും നിരാശപ്പെടുത്തിയില്ലെങ്കിലും അവർ പ്രതീക്ഷിച്ചത്ര രൂപത്തിലുള്ള ഒരു ചിത്രമല്ല ഈ ഇന്ത്യൻ 2 എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ പടം കണ്ടോ? കണ്ടില്ല. വലിയ പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരുന്ന ചിത്രം, ഈ ചിത്രത്തിന് കണ്ട് ഇപ്പോൾ പ്രേക്ഷകർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചേട്ടാ പടം കണ്ടോ? എനിക്കൊരു പടം ഫസ്റ്റിന്റെ അത്ര ഒരു ഗുമ്മായിട്ടില്ല. ഒരു കുറവ് തോന്നി. എനിക്ക് റഹ്മാന്റെ ഒരു കുറവാണ് തോന്നിയത്. അനുരൂപ് അത്രയും ആയിട്ടില്ല. റഹ്മാൻ മറ്റേ ഫസ്റ്റിന്റെ BGM എന്ന് പറഞ്ഞാൽ നമ്മള് രോമാഞ്ചം വരുന്നത് കാണുമ്പോൾ. പക്ഷേ ഒരു ഇന്റർവ്യൂവിൽ ഒരു ലാഗാണ്. ഇന്റർവ്യൂവിൽ കഴിഞ്ഞ് പടം കൊള്ളാം, കുഴപ്പമില്ല. മസ്റ്റ് വാച്ച് കാണാനുണ്ട്. നെടുമുടി വേണുവും വിവേകൊക്കെ എയിൽ വന്നപ്പോൾ ഇല്ല, അവര് നല്ല വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കുറച്ച് ഭാഗം ചെയ്തിട്ടുള്ളൂ. നെടുമുടിയുടെ ഭാഗം ബാക്കിയല്ല ഒന്നും അല്ല. പുള്ളി പടം തീർത്തതാ. ഈ കമലഹാസന്റെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, അല്ലെങ്കിൽ കമലഹാസന്റെ ഒരു പൂർണ്ണ എഫക്ട് നമുക്ക് അഭ്രവാളിയിൽ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ കമലഹാസൻ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ടെക്നിക്കൽ ബേസിലെല്ലാം പടം കൊള്ളാം. ഒരു കുറവ് വന്നത് റഹ്മാന്റെ ഒരു കുറവുണ്ട്. പിന്നെ ഇന്റർവ്യൂവിൽ ഒരു കുറച്ച് ലാഗ് ഉണ്ട്. ഇന്റർവ്യൂവിൽ പടം നന്നായിട്ടുണ്ട്. പിന്നെ അവസാനം കാണിച്ച തേർഡിന്റെ ട്രെയിലറും നന്നായിട്ടുണ്ട് കേട്ടോ, ഉഗ്രനായിട്ടുണ്ട്. അതിനു വേണ്ടി മസ്റ്റ് വാച്ച് കാത്തിരിക്കുവാണ്. ഓക്കെ ചേട്ടാ പടം കണ്ടോ? പടം കണ്ട്. എങ്ങനെയുണ്ട് അഭിപ്രായം? പടം ഒരു 6:15 വന്ന് കണ്ടത്. 6:15 കയറിയത്. നല്ല എൻഗേജിങ് ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് വരെ കുറച്ച് ലാഗിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ട് ഫാമിലി പേഴ്സർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ കമലഹാസൻ സാർ അഭിനയിച്ചിരിക്കുന്ന. ഓരോ മേക്ക് ഓവർ തന്നെയാണെങ്കിലും വ്യത്യസ്തം നിറഞ്ഞൊരു സിനിമ അന്തരീക്ഷം തന്നെയാണ്. പിന്നെ പാട്ടുകളാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട് പടം കണ്ട്? പടം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇതിനകത്ത് വീണ്ടും കാണാൻ പോകുന്നു. ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് വീണ്ടും കാണാൻ പോകുന്നു. അപ്പോൾ നമുക്ക് 2-3 തവണ പോയി കാണാം. ചേട്ടാ കമലഹാസന്റെ ഒരു മാസ് പടമായിട്ട് നമുക്ക് വിലയിരുത്താൻ മാസ് പടം തന്നെ. കാരണം 6 മണിക്ക് ഷോ തുടങ്ങി ഈ നിമിഷം വരെ മുൾമുനയിൽ നിർത്തിയൊരു സിനിമയാണ്. ഈ ഓരോ രംഗങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇന്ത്യൻ 2 കാണാൻ വേണ്ടി എല്ലാവരും കമലഹാസൻ സാറിന് ഫാൻസ് മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്.
ഗംഭീര. കാരണം ശങ്കർ സാറിന്റെ സിനിമയിൽ പ്രത്യേക സെന്റിമെന്റ്സ് ആണ്. ഇത് അടിപൊളി സെന്റിമെന്റ്സ് ആണ്. പിന്നെ രാജ്യത്ത് നടക്കുന്ന ഓരോ അനീതികളും തുറന്നു കാണിക്കുന്ന സിനിമയാണ് ശങ്കർ സാറിന്. ഇതിൽ ഒരുപാട് അനീതികൾ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ജനങ്ങൾ പഠിക്കുന്നതാണ്. നല്ലൊരു മൂവി, പാട്ടും ഫൈറ്റും എല്ലാം ഗംഭീരം. എന്തായാലും മൂന്നാം ഭാഗം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചില സിനിമ കണ്ടിറങ്ങിയ ആളുകൾ പറഞ്ഞത് ഇന്ന് ഫസ്റ്റ് പാർട്ടിന്റെ, അതായത് 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയുടെ അത്ര വന്നില്ല, അവരുടെ പ്രതീക്ഷയ്ക്ക് തുയർന്നില്ല എന്നാണ്. ചേട്ടൻ ആദ്യ പടം കണ്ട, രണ്ടാമത്തെ പടം കണ്ട, എങ്ങനെയാണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം? ചിലവർ നെഗറ്റീവ് പറയും, ചിലർ പോസിറ്റീവ് പറയും. കാരണം എന്താ പറയുക, ചിലവർ നല്ലതാണെങ്കിലും നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഇത് തകർക്കാൻ വേണ്ടി ചില ഫാൻസുകാർ പറയും. ഒരിക്കലും തകരില്ല. കാരണം പടം ഗംഭീരമാണ്. കാരണം ശങ്കർ സാർ എന്ന് പറഞ്ഞാൽ വർഷം ഒരു പടമാണ് ഇറക്കുള്ളൂ. അത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഒരു സന്ദേശം നൽകുന്ന മൂവീസാണ് നൽകുന്നത്. എന്നാലും ഗംഭീരമാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ, താത്ത എന്നൊരു ക്യാരക്ടർ, അത്യാവശ്യം ഫൈറ്റ് എല്ലാം കൂടെ കൂടിയ ഒരു മൂവിയാണ്. ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. സകലകലാ വല്ലഭനാണ്. തകർക്കാൻ പറ്റില്ല. ഇന്ത്യൻ 2 അടിപൊളി സിനിമയാണ്. വൃന്ദ, സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രഹ്മാണ്ഡ ചിത്രം, വലിയ പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരുന്ന ചിത്രം. ആദ്യ ഷോ കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങിയിരിക്കുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി ദിവസങ്ങൾ എണ്ണി, ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ദിവസങ്ങൾ എണ്ണി ആരാധകർ കാത്തിരുന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. രാവിലെ 6 മണിക്ക് പ്രദർശനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു. കമലഹാസന്റെ ആരാധകർ ഉൾപ്പെടെയുള്ള വലിയ വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് യൂത്തിന്റെ ഒരു വലിയ തിരക്ക് നമുക്ക് ഈ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന കമലഹാസന്റെ മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ത്യൻ 2 ഇന്ന് പുറത്തിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരുന്ന ചിത്രം. പക്ഷേ സമ്മിശ്ര പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നു. പലരും, ആരാധകരെല്ലാം തന്നെ കമലഹാസൻ തകർത്താടി എന്ന് പറയുമ്പോൾ മറ്റൊരു ചിലർ പറയുന്നത് അവർ പ്രതീക്ഷിച്ച അത്ര എത്തിയില്ല, പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല, എങ്കിലും പടം കൊള്ളാം എന്ന അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകർ ഈ തിയേറ്ററിൽ നിന്നും പങ്കുവെക്കുന്നത്. വൃന്ദ, ഇതിന് രാവിലെ 6 മണിക്ക് പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എത്തിയ ഒരുപാട് പേര് അവിടെയുണ്ട്. നിലവിൽ ഇപ്പോഴും അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ അവിടെയുണ്ടോ? വീണ്ടും സിനിമ കാണാൻ വേണ്ടി ആളുകൾ അവിടെ കണ്ട സിനിമ തന്നെ ഒന്നുകൂടി കാണാൻ വേണ്ടിയുള്ള ആവേശത്തിലാണോ ആളുകളുള്ളത്? തീർച്ചയായും വൃന്ദ, 6 മണിക്ക് ഫാൻസിന് വേണ്ടി, അതായത് കമലഹാസൻ ആരാധകർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഷോ ആണ് ഈ തിയേറ്ററിൽ നടന്നത്. ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, യുവാക്കളുടെ ഒരു വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നു. വലിയ തരത്തിൽ യുവാക്കളുടെ ഒരു കടന്നുകയറ്റം ഇന്ത്യൻ 2 കാണാൻ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ 1996 പുറത്തിറങ്ങിയ, ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്തരം ഒരു സിനിമ ഉണ്ടായിട്ടില്ല, അതായത് ഇന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വലിയ ഒരു ചിത്രം, വലിയ സന്ദേശം നൽകുന്ന ചിത്രം. അഴിമതിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, സേനാപതിയായി കമലഹാസൻ വേഷമിട്ട 1996 ഇത്രത്തോളം സാങ്കേതിക വിദ്യ വളർന്നിട്ടില്ലാത്ത അക്കാലത്ത് ബോക്സ് ഓഫീസ് നിറഞ്ഞു കവിഞ്ഞ ആ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന് വേണ്ടി സേനാപതി വീണ്ടും എത്താൻ ആരാധകർ കാത്തിരുന്നത് 28 വർഷമാണ്. നീണ്ട 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സേനാപതിയെ വീണ്ടും അഭ്രപാളിയിൽ കാണാൻ ആരാധകർക്ക്, സിനിമാ പ്രേമികൾക്ക്, പ്രേക്ഷകർക്ക് കഴിഞ്ഞത്. അതിന്റെ ആവേശം ആരാധകർക്കുണ്ട്. രാവിലെ 6 മണിക്കുള്ള ഷോ കാണാൻ പുലർച്ചെ 5 മണി മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ആ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളുകളുടെ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. സമ്മിശ്ര പ്രതികരണം. ആരാധകർ, കമലഹാസന്റെ ആരാധകർ വലിയ രൂപത്തിൽ ഈ ചിത്രത്തെ ഏറ്റെടുത്തു എന്നാണ് ആരാധകരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും പ്രതീക്ഷിച്ച അത്ര ചിത്രം എത്തിയില്ല എന്ന് പറയുന്നവരെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. 10 മണിക്കാണ് അടുത്ത ഷോ. ആ ഷോയ്ക്ക് വേണ്ടിയും ആരാധകർ ഇവിടെ എത്തിയിട്ടുണ്ട്. വീണ്ടും പടം കാണാനുള്ള ഒരു ആളുകളുടെ തിരക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. എന്തായാലും 200 കോടി രൂപ മുതൽ മുടക്കി ശങ്കർ കമലഹാസൻ കൂട്ടുകെട്ടിലൂടെ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഇന്ത്യൻ പര്യായമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശങ്കറിന്റെ ചിത്രം കമലഹാസനെ അഭിനയിപ്പിച്ച് ഒരുക്കിയ ഈ ചിത്രം വലിയ വിജയത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ സമ്മിശ്ര പ്രതികരണമാണ് ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വൃന്ദ, ഇന്ത്യൻ 2ന്റെ ആദ്യ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. അനീതി കണ്ടാൽ താൻ എത്തിയിരിക്കുമെന്ന വാക്ക് പാലിക്കാനാണ് സേനാപതി എത്തിയിരിക്കുന്നത്. സിനിമ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ഉലകനായകൻ കമലഹാസന്റെ ഇന്ത്യൻ 2 റിലീസ് ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകരൻ.